അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇനിയുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് ബയോളജി എക്സാം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ദിവസങ്ങളുണ്ടല്ലേ, ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ഒരു 3 day സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിലായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഈ 2 സബ്ജക്ട്സും നമ്മൾ പഠിച്ച് നമ്മൾ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഇതേ കാര്യങ്ങൾ ആദ്യം തന്നെ മിസ് പറയാം. ഇതിൽ എപ്പോഴും ലൈവിന്റെ ലാസ്റ്റുള്ള ദിവസങ്ങളിലൊക്കെ വന്നിട്ട് മക്കൾ ചോദിക്കാറുണ്ട്, മിസ് ഇത് ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മാർക്ക് കിട്ടും. ആദ്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ പാറ്റേണിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂല. അത് നിങ്ങൾ തിരിച്ചറിയുക. പണ്ടുള്ളത് പോലെയല്ല, പാറ്റേണിലൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തിയറി നല്ലപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതൊക്കെ നല്ല രീതിയിൽ പോകാനുള്ള ഒരു പ്ലാനാണുള്ളത്. ഈ ഒരു 3 ദിവസത്തെ പ്ലാന് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, അതായത് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. അപ്പം മക്കളെ, ഈ ഒരു 3 ദിവസം നമുക്ക് തിങ്കളാഴ്ച ഇംഗ്ലീഷും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ബയോളജി ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈഡേ, അതായത് ഇന്ന് വൈകിട്ട് നമ്മൾ ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ലൈവ് ആയിരിക്കും പോകുന്നുണ്ടാകുക. അതായത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് പോംസും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ആൻഡ് സാറ്റർഡേ നാളെ നമുക്ക് എന്തായിരിക്കും, നാളെ വൈകിട്ട് നമ്മുടെ ബയോളജിയുടെ കംപ്ലീറ്റ് ചാപ്റ്റർ ലൈവ് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെയും ബയോളജിയുടെയും തിയറി നമ്മൾ ഈ 2 ദിവസങ്ങളിലായിട്ട് സെറ്റ് ചെയ്യും. ഈ 2 ദിവസങ്ങൾ ലൈവ് നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എക്സാമിന് വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ 2 ദിവസങ്ങളിലുള്ള 7 മണിയുടെ ലൈവ് ഒരു കാരണവശാലും എൻ്റെ കുട്ടികൾ മിസ് ചെയ്യരുത്. അത് കഴിഞ്ഞാൽ നമ്മുടെ സൺഡേ ആണ് നമ്മുടെ ഫൈനൽ. അതിൽ രാവിലെ തന്നെ നമ്മൾ തുടങ്ങും മക്കളെ. രാവിലെ 11 മണിക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ സൺഡേ വൈകിട്ട് 7 മണിക്ക് ബയോളജിയുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലായിട്ട് ഇംഗ്ലീഷും ബയോളജിയും തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താണ്, നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷിൻ്റെയും ബയോളജിൻ്റെയും ഷുവർ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ഗ്രാമറും ഡിസ്കോഴ്സസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം രാവിലെ എൻ്റെ കുട്ടികൾക്ക് തിങ്കളാഴ്ച രാവിലെ എൻ്റെ കുട്ടികൾക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും ഓക്കെ, ഇതുവരെ ഒന്നും പഠിക്കാതിരുന്ന മക്കൾക്ക് കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. സോ ഒരു കാരണവശാലും ഈ 3 ദിവസങ്ങളിലുള്ള ലൈവ് എൻ്റെ കുട്ടികളെ മിസ് ചെയ്യരുത്. ഇനി ആരെങ്കിലും ഒക്കെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. ആരും തന്നെ ഈ 3 ലൈവുകൾ മിസ് ചെയ്യാതിരിക്കുക, 3 അല്ല 4 ലൈവുകൾ മിസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക മക്കളെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക്. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് പോംസും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ആരും തന്നെ ഇന്നത്തെ ലൈവും നാളത്തെ ലൈവും മറ്റന്നാളത്തെ ലൈവും ഒന്നും മിസ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണ് അല്ലെ. ഈ ഒരു പ്രിപ്പറേഷൻസും കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പോകരുത്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ അല്ലേ, നമ്മുടെ ഈ ഓണം എക്സാമിന്റെ പോർഷനും ക്രിസ്മസ് എക്സാമിന്റെ പോർഷനും ഇനിയുള്ള എക്സ്ട്രാ പോർഷനും എല്ലാം കൂടിയാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് ഉണ്ടാവുക. അത് നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്രാഷ് ബാച്ച്. അപ്പോൾ അത് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ പബ്ലിക് എക്സാം ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും സെറ്റായി. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ആരൊക്കെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ചെയ്യുക. ഇത് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു പ്രോമിസ് ആണ്, ഞാനിത് ചെയ്യുമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആ ഒരു പ്രോമിസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും നല്ല മാർക്സ് തന്നെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്ന് വൈകിട്ടുള്ള ലൈവ് മിസ് ചെയ്യാതിരിക്കാം.